ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തോട് അനുബന്ധിച്ച് ദേവിയെ കാപ്പ് കെട്ടി കൊടിയിരുത്തുന്ന ചടങ്ങ് വൈകിട്ട് 5:30 നടക്കാൻ പോകുന്നത്. ഇതോടെ ഭക്തർ കാത്തിരുന്ന പൊങ്കാല ഉത്സവത്തിന് അനന്തപുരിയിൽ തുടക്കമാവുകയാണ്. ഇന്ദുലേഖാരനുണ്ട്. ഇന്ദു, നമ്മുടെ ഏറ്റവും വലിയ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി, വിശ്വാസത്തിൻ്റെ ഭാഗമായ ആറ്റുകാൽ പൊങ്കാല സ്ത്രീകളുടെ വലിയ സംഗമ വേദിയായി മാറാൻ പോകുന്നു. ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കുകയാണ്. കാപ്പുകെട്ടി കുടിയിരുത്തുന്ന ചടങ്ങ് ഉൾപ്പെടെ എന്തൊക്കെയാണ് ഇന്നുണ്ടാവുക? രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകാലമ്മയുടെ ഉത്സവം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഒന്നാം ദിവസമാണ്. ഒന്നാം ദിവസമായ ഇന്നത്തെ പ്രത്യേകത പറയുമ്പോൾ ഇന്നൊരു വൈകുന്നേരം 5:30 ആകുമ്പോഴത്തേക്കും കാപ്പ് കെട്ടി കുടിയിരുത്തുന്ന ചടങ്ങ് നടക്കും. ഇന്നിപ്പോൾ ജനങ്ങളൊക്കെ ഇവിടെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭക്തരുടെ ഒരു വലിയ നീണ്ട നിര തന്നെ, ഒരു വലിയ പ്രവാഹം തന്നെ ഇങ്ങോട്ടേക്കുണ്ടാകും. ഇന്നലെ മുതലേ, കഴിഞ്ഞ ഒരാഴ്ച മുതലേ തന്നെ ഇവിടെ തിരക്കുകൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടെന്ന് പറയും. ഇന്നിപ്പോൾ ഇവിടെ തോറ്റമ്പാട്ട് നടന്നുകൊണ്ടിരിക്കും. നമുക്കറിയാം, തോറ്റമ്പാട്ട് പാടി ദേവിയെ ആവാഹിച്ച് ഇവിടെ കാപ്പുകെട്ടി കുടിയിരുത്തുകയാണ് ചെയ്യുന്നത്. 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് മനപ്പാടമാക്കിയാണ് തോറ്റമ്പാട്ട് പാടുന്നത്. കണ്ണകിയുടെ കഥയാണ് പറയുന്നത്. ഓരോ ദിവസം പറയുന്ന കഥ അല്ലെങ്കിൽ പാടുന്ന പാട്ട് വ്യത്യസ്തമായിരിക്കും. ആ പാട്ടും അന്ന് നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെ മനപ്പാടമാക്കി വ്രതാനുഷ്ഠാനങ്ങളോടൊക്കെ കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ചടങ്ങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്നാം ഉത്സവ ദിവസമായ ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങിലേക്ക് കടക്കും. കാപ്പ് കെട്ടി കുടിയിരുത്തുന്ന ഒരു ചടങ്ങാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിനുശേഷം പിന്നെ ദീപാരാധനയുണ്ടാകും. അത് കഴിഞ്ഞ് രാത്രി 8 മണിയോടുകൂടി ഇത് വലിയ ഒരു മഹോത്സവത്തിൻ്റെ തുടക്കം മലയാളക്കരയെ മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടി വലിയ ചടങ്ങുകളായിരിക്കും ഇവിടെ നടക്കുക. മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാൽ എത്തും. അദ്ദേഹമായിരിക്കും ഉദ്ഘാടനം ചെയ്യുക. അതിനുശേഷം രാത്രി 10 മണിക്ക് വലിയൊരു ഗാനസന്ധ്യ, നന്ദഗോവിന്ദൻ ഭജൻസ് എത്തും. അവരുടെ വലിയ പാട്ടും മേളവും ഒക്കെ ഉണ്ടാകും. ഇന്നിവിടെ ഒരുപാട് ഭക്തരത ഇപ്പം നട തുറന്നിട്ടുണ്ട്. അവിടെ അമ്മയെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ഭക്തജനങ്ങളൊക്കെ തന്നെ. നമുക്കറിയാം, ഇന്നേക്ക് 9 ദിവസം കഴിയുമ്പോഴത്തേക്കും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയാണ്. എല്ലാ ഭക്തരും, സ്ത്രീജനങ്ങളെല്ലാവരും തന്നെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുത്ത് അമ്മയെ പ്രാർത്ഥിച്ച് ഇന്നു മുതൽ വലിയൊരു പ്രാർത്ഥനയുടെ ദിനങ്ങളാണ് ഇന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ എന്തായാലും തോറ്റമ്പാട്ട് കുറേ നേരമായി തുടങ്ങിയിട്ട് അത് കേട്ട് ഭക്തിപൂർവ്വം നിൽക്കുകയാണ് എല്ലാവരും. ചേച്ചി, പൊങ്കാല ഇടാറുണ്ടോ? എല്ലാ വർഷവും ഇടാറുണ്ട്. ഉണ്ടല്ലേ? ഇക്കൊല്ലം ഇടുന്നുണ്ടോ? ഇക്കൊല്ലം ഇടാൻ അസുഖമുണ്ട്, ഒക്കെങ്കിൽ ഇടണമെന്നുണ്ട്. ഭക്തയാണ്. എല്ലാ വർഷവും വരും, ഇടും. ഒക്കണ സമയം അത്രയും ഇടും. ഇപ്പം ഇവിടെയുള്ള എല്ലാം ആറ്റിങ്ങലുള്ള ആളാണ്. അവിടുന്ന് വന്നതാ, തൊഴുവാൻ വന്ന. ഇന്ന് തൊഴുവാൻ വന്നത്. അന്ന് വന്നാൽ നമുക്ക് തൊഴുവാൻ പാടാണ്. അതാണ് രതീഷ് പറയുന്നത്. വലിയ തിരക്കാകും ഇനി അങ്ങോട്ട്. അതുകൊണ്ട് ദൂരെ നിന്ന് തന്നെ ഇന്നേ ദിവസം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങാനായിട്ട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ എത്തുന്നവരെല്ലാം അങ്ങനെ തന്നെയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ഈ ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്കായിരിക്കും ഇനി അനുഭവപ്പെടാൻ പോകുന്നത്. ചേച്ചി, എവിടെ നിന്നാണ് വരുന്നത്? നേമം അല്ലേ? പൊങ്കാല ഇടുന്നുണ്ടോ ഇത്തവണ? ഉണ്ടല്ലോ. അപ്പം ഇന്ന് ഒന്നാം ഉത്സവ ദിവസമാണ്. കുറച്ച് കഴിയുമ്പോൾ വലിയ തിരക്കുണ്ടാവും. ഇപ്പോൾ നേരത്തേക്ക് പോകുന്നതാണോ? ആണല്ലേ. ഇത്തവണ പൊങ്കാല ഇടുന്നുണ്ടോ? എല്ലാ വർഷവും ഞങ്ങൾ കുഞ്ഞിലേ വരണതാണ്. എത്ര നാളായി ഇടുന്നു പൊങ്കാല? കുറേ വർഷം. ഞങ്ങൾ കുഞ്ഞിലേ അമ്മേരെ കൂടെ വരും. ഇപ്പം ഞങ്ങൾ തനിയെ വന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്. ഇവിടെ എത്തുന്ന സ്ത്രീജനങ്ങൾക്ക് പൊങ്കാലയെക്കുറിച്ച് പറയാനായിട്ട് വലിയൊരു നീണ്ട കഥ തന്നെ ഉണ്ടാകും. വർഷങ്ങളായിട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ അടുത്ത് എത്തുന്നവരും അതുപോലെ തന്നെ പൊങ്കാല ഇടുന്നവരുമായിട്ട് ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവിടെ പ്രായം ഒരു പ്രശ്നമല്ല. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് എല്ലാവരും പൊങ്കാല ഇടാൻ വരുന്നത്. അതാണ് പറഞ്ഞത്, ഇനി അങ്ങോട്ട് ഭക്തിയുടെ ദിനങ്ങളാണ്. സർവ്വവും ആറ്റുകാലമ്മയ്ക്ക് അർപ്പിച്ചുകൊണ്ട്, മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പൊങ്കാല ദിവസത്തിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. രതീഷ്.